ഹലോ. അപ്പം നമ്മളിനി കർണാടക യാത്രയിലെ ആദ്യ ദിവസത്തില് ലാസ്റ്റ് പോയത് ബേലൂരുള്ള ഈ ക്ഷേത്രത്തിലാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ ബേലൂരിലെ കേശവ വിജയനാരായണ ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ചെന്ന കേശവ ക്ഷേത്രമാണ് ഇത് കർണാടകയിലെ ഹസൻ ജില്ലയിലെ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന വേളാപുരി എന്നുകൂടി അറിയപ്പെട്ടിരുന്ന ബേലൂരിലെ യാഗാച്ചി നദിയുടെ തീരത്ത് 1117 രാജാവായ വിഷ്ണുവർദ്ധനയുടെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം പണികഴിപ്പിക്കപ്പെട്ടത്. 3 തലമുറകളിലായി പണിത ഈ ക്ഷേത്രം പൂർത്തിയാക്കാൻ 103 വർഷങ്ങളെടുത്തു. നമുക്കതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലെ? യുദ്ധത്തില് നിരവധി തവണ ഈ ക്ഷേത്രത്തിന് നാശമുണ്ടാവുകയും കൊള്ളയടിക്കപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും ആവർത്തിച്ചിത് പുനർനിർമ്മിക്കപ്പെട്ടു. ഹസൻ പട്ടണത്തിൽ നിന്ന് 35 കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്ന് 200 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ക്ഷേത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ വർക്കുകൾ എല്ലാം ഹാൻഡ് വർക്കുകളാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഫിനിഷിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഞങ്ങളൊക്കെ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് കരിങ്കല്ലിലാണ് ആ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കരിങ്കല്ലിലാണ്. അപ്പം മെഷീൻ വർക്കുകൾ ഒന്നുമില്ലാതെ ഹാൻഡ് വർക്കിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതൊക്കെ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പെടുത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത് കേട്ടോ. ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെ ഒരു രൂപമാണ് ഈ ചെന്നകേശവ എന്ന് പറയുന്നത്. ചെന്നകേശവ എന്ന് പറഞ്ഞാൽ ഹാൻസം കേശവ എന്നാണ് അർത്ഥം കേട്ടോ. തുടക്കം മുതൽ, അതായത് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട ആ കാലം മുതൽ തന്നെ ഇത് ഒരു വൈഷ്ണവ ക്ഷേത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷ്ണു ക്ഷേത്രമായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം നിലനിൽക്കപ്പെടുന്നത്. വൈഷ്ണവ പ്രസ്ഥാനത്തിന്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഇത് ഇന്നും നിലനിൽക്കുന്നത്. വാസ്തുവിദ്യ, ശില്പങ്ങൾ, ശിലാശാസനങ്ങൾ, തൂൺ ചിത്രങ്ങൾ, അതിന്റെ പ്രതീകങ്ങൾ, ലിഖിതങ്ങളും ചരിത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രം വളരെ ശ്രദ്ധേയമാണ്. 12ാം നൂറ്റാണ്ടിലെ നൃത്തജീവിത രീതികളും നർത്തകികളും സംഗീതജ്ഞരും രാമായണം, മഹാഭാരതം, പുരാണങ്ങളിലെ ഹിന്ദു രചനകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ചിത്രങ്ങളും എല്ലാം ക്ഷേത്രകലാസൃഷ്ടികളായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശൈവിസം, ശക്തിസം, ജൈനിസം, ബുദ്ധിസം എന്നിവയിൽ നിന്നുള്ള നിരവധി തീമുകളും ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നു. ചെന്നകേശവ ക്ഷേത്രം 12ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെയും ഹൊയ്സാല സാമ്രാജ്യ ഭരണത്തിന്റെയും കലാസാംസ്കാരിക ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. 1117 ചോളന്മാരെ തോൽപ്പിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് ഹൊയ്സാല ചക്രവർത്തി വിഷ്ണുവർദ്ധൻ ഈ അതിമനോഹര ക്ഷേത്രം നിർമ്മിച്ചത്. ഇതിന് 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായി ശില്പഭംഗി നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു നക്ഷത്രത്തിന്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. നന്ദി.